തൃശ്ശൂരിലുള്ള ലൂർദ് മാതാ ചർച്ചിലാണ് ആയിരിക്കുന്നത്. ചരിത്ര രേഖകളിൽ ഏറെ ശ്രദ്ധേയമായ തൃശ്ശൂരിന്റെ സിറ്റിക്കുള്ളിൽ നിലകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ ലൂർദ് മാതാ ചർച്ച്, ഏറെ വർഷങ്ങളായി ഈ ഒരു ലൂർദ് മാതാ ചർച്ച് സന്ദർശനം നടത്തണം, അതിന് തൊട്ടടുത്തായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു ബൈബിൾ ടവറിൽ ഒരു സന്ദർശനം നടത്തണം എന്ന് ആഗ്രഹിക്കുവാൻ തുടങ്ങിയിട്ട് എന്നെ തേടി ഈ 2025 വലിയൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ബൈബിൾ ടവറിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് 20 രൂപ നിരക്കിലാണ് ഈ ഒരു ടവറിനുള്ളിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത്. ടവറിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് വഴിയായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു രീതിയാണ് ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്. ഈ ഒരു ടവറിന്റെ ടോപ്പ് ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ ജനാലയിൽ കൂടി കാണുന്ന മനോഹരമായ ദൃശ്യ ഭംഗികളാണ് എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരം മുഴുവനും ഒറ്റ ക്യാമറയിൽ നമ്മൾ ഒപ്പിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടവറിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ സിറ്റിയുടെ നടുഭാഗത്തായിട്ടാണ് ഈ ഒരു ലൂർദ് മാതാ ചർച്ച് നിലകൊള്ളുന്നത്. ചർച്ചിനോട് അനുബന്ധിച്ചു തന്നെയാണ് ഈ ഒരു ബൈബിൾ ടവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആകാശ വിസ്മയം പോലെ സിറ്റി മുഴുവൻ ഒരു ആകമാന കാഴ്ച നടത്തുവാൻ ഈ ഒരു ബൈബിൾ ടവറിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയുവാൻ സാധിക്കും. ടവറിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗവും അതിമനോഹരമായ കാഴ്ചകളാണ് ഓരോ നിമിഷവും നമുക്ക് സമ്മാനിക്കുന്നത്. ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ഓരോ ഭാഗവും തിരിച്ച് ഞാൻ ഒപ്പിയെടുക്കുവാൻ പരിശ്രമിക്കുകയാണ്. എത്ര കണ്ടാലും മതി വരിയാലാത്ത രീതിയിലുള്ള ദൃശ്യഭംഗികൾ, സിറ്റിയുടെ ഒരു ആകമാന വീക്ഷണം, പല രീതിയിലുള്ള കാഴ്ചകൾ, ഒരു ആവേശം പോലെയാണ് എന്റെ ക്യാമറ കണ്ണുകൾ ഈ ടവറിന്റെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്നത്. ഒരു ആകാശ വീക്ഷണം പോലെ ഈ ഒരു ഭാഗങ്ങളെല്ലാം എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തി കഴിഞ്ഞപ്പോൾ ബൈബിൾ ടവറിലേക്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. 260 അടി ഉയരത്തിൽ നിലകൊള്ളുന്ന ഒരു സ്മാരകമാണ് ഈ ഒരു ബൈബിൾ ടവർ. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി ഗോപുരങ്ങളിൽ ഒന്നാണ്. 2007 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ബൈബിളിലെ കഥകളും കലകളും ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും നിറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു ബൈബിൾ ടവർ. ഇതിന്റെ വാസ്തുവിദ്യ ഇന്ത്യൻ, പേർഷ്യൻ, ഗോത്തിക് ശൈലികൾ സംയോജിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ബൈബിൾ കഥകൾ വിവരിക്കുന്ന പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, ഗ്ലാസ് പെയിന്റിങ്ങുകൾ എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു ടവറിനുള്ളിൽ കാണുവാൻ സാധിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ട ബൈബിളിന്റെ പുസ്തകങ്ങളാണ്. ബൈബിൾ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ടുവല്ലോ. ആ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ട ഇന്ന് നിലവിൽ ലഭ്യമായിരിക്കുന്ന ഒത്തിരിയേറെ പ്രതികളുടെ ഒരു പ്രദർശനമാണ് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ചിത്രീകരണം പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗ്ലാസുകളിലായിട്ടും അല്ലാതെ ചുവർ ചിത്രങ്ങളായിട്ടും ഒക്കെ ബൈബിൾ കഥകൾ ആലേഖനം ചെയ്തിരിക്കുന്ന ചുവരുകളാണ് പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു ബൈബിൾ ടവർ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, ഏത് മതസ്ഥർക്കും ഏറെ അനുഭവം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് ഈ ഒരു ബൈബിൾ ടവറിന്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇത് വലിയ കാഴ്ചകളാണ്. ഇത് വലിയ അനുഭവ സമ്പത്താണ്. താഴെ വരെ എത്തി നിൽക്കുമ്പോൾ വലിയൊരു അനുഭവം ലഭിച്ച ഒരു പ്രതീതിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ബൈബിൾ ആകമാനം നമുക്ക് നയവറക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ് ഓരോ സ്റ്റെപ്പുകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓരോന്നും ഓരോ വൈഭവങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. ഓരോ ഭാഗവും നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്.
ബൈബിൾ ഒരു കഥ പോലെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ബൈബിൾ ഏത് കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ സംഘാടകരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. എത്ര നാളത്തെ അക്ഷീണമായ പരിശ്രമത്തിന്റെ ഫലമാണ് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഈ ഒരു ബൈബിൾ ടവർ എന്ന് പറയുന്നത്. ചെറിയ ഒരു നിരക്കിലാണ് ഇതിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യതമാകുന്നത്. അതായത് ആ ക്രൈസ്തവരാണെങ്കിൽ പോലും കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ബൈബിൾ ടവറിന്റെ ദൃശ്യഭംഗികൾ എത്തിച്ചേരണം എന്ന ഉദ്ദേശത്തോടുകൂടി സാധാരണക്കാർക്ക് പോലും അഫോർഡ് ചെയ്യുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ചെറിയൊരു ഫീസ് ഈടാക്കിയാണ് ഈ ഒരു പ്രവേശനം സാധ്യതമാക്കുന്നത്. ആധുനിക രീതിയിലുള്ള ചിത്രീകരണം നടത്തുന്നവരെ വെല്ലുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് 2007 തന്നെ ഇവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത്രമാത്രം വൈഭവമാണ് ഒരു നോക്ക് കാണുമ്പോൾ ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ക്രൈസ്തവനും ലഭ്യമാകുന്നത്. ബൈബിളിലൂടെ ഒന്ന് കടന്നു പോവുക, ബൈബിൾ ഒരു ആഗമന വീക്ഷണം നടത്തുക, അതുതന്നെയാണ് ഈ ഒരു ബൈബിൾ ടവറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ എത്തിച്ചേരുന്നത് ഏത് പ്രായക്കാരുമായിക്കൊള്ളട്ടെ, ഏറ്റവും പ്രായമുള്ള വ്യക്തി മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും ഏറെ ആകർഷകത്വം നിറഞ്ഞതുമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ ചുവരുകളിലൂടെയും കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുക. ബൈബിൾ നിങ്ങൾക്ക് ഒരു അനുഭവമാകണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തു നിങ്ങൾക്ക് ഒരു അനുഭവമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈബിൾ ടവർ കാണുവാൻ മറക്കരുത് എന്ന് ഞാൻ പറയും. ഞാൻ അല്പം വൈകിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇതിന്റെ നിർമ്മിതിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പ്രാവശ്യം സന്ദർശനം നടത്തിയത് ഒരു മിന്നായം പോലെ ഞാൻ ഓർമ്മിക്കുകയാണ്. എങ്കിലും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ബൈബിൾ ടവറിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ ചിത്രീകരണത്തിലൂടെയും എൻ്റെ ക്യാമറ കണ്ണുകൾ ചലിക്കുവാൻ ഇടവന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടെ എത്തിച്ചേർന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ട ബൈബിൾ ടവറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും അവശേഷിക്കുവാൻ സാധിക്കാതെ പോയതിൽ ഞാൻ ഖേദിക്കുകയാണ്. എന്നാൽ ഇനിയും പ്രായം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിന്റെ സന്ദർശനത്തിന്റെ അയവിറക്കുകൾ എന്നും നിലനിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ ഒരു ചിത്രീകരണം ഞാൻ നടത്തിയതും ഒപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും. എന്റെ യാത്രകളിൽ നല്ലൊരു ശതമാനവും പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്തായി നടത്തുന്നതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് എൻ്റെ ഓർമ്മകളാണ്. പിന്നീട് അയവിറക്കുവാൻ അത് തീർച്ചയായിട്ടും ഉപകരിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇവയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഓർമ്മകൾ എന്നും അനുഭവങ്ങൾ അയവിറക്കുവാൻ കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് പാഠങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് എനിക്കും എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ഏറെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബൈബിളിലൂടെ ഒരു യാത്ര, അതാണ് ബൈബിൾ ടവർ. ഞാൻ പറയും, തൃശ്ശൂരിൽ എത്തിച്ചേരുന്നവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒന്നാണ് ഈ ഒരു ബൈബിൾ ടവർ.